ഓക്കെ, ഇന്ന് പാഠം 18 മാലുവിന്റെ ധീരത. ധീരത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കഠിനം. കഠിനമാണോ ധീരത? എന്താ ധീരത എന്ന പദത്തിന്റെ അർത്ഥം? ധൈര്യം. ധൈര്യം. ഓക്കെ, ധൈര്യം അല്ലെ. മാലുവിന്റെ ധൈര്യത്തിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. നമുക്കൊന്ന് കഥ വായിച്ചു നോക്കാം. 4-5 നാഴിക അകലെയുള്ള അച്ഛന്റെ കൃഷിയിടത്തിലേക്ക് തിരക്കിട്ട് നടന്നു നീങ്ങുകയായിരുന്നു മാലു. ശ്രദ്ധിക്കണേ പാഠത്തിലേക്ക്. കുറച്ചു ദൂരം കാട്ടിലൂടെ കടന്നു പോയാൽ മാത്രമേ അവിടെ എത്തിച്ചേരാൻ കഴിയൂ. അവൾ നടന്ന് കാടിന്റെ നടുവിലെത്തി. അപ്പോഴതാ അകലെ നിന്ന് സ്വർണനാഗങ്ങളെ പോലെ കാട്ടുതീ പാഞ്ഞു വരുന്നു. അത് കണ്ട് മാലു വല്ലാതെ ഭയപ്പെട്ടു. തിരിഞ്ഞോടിയാലോ എന്നവൾ ചിന്തിച്ചു. അപ്പോഴാണ് ഒരു കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. കാട്ടിലെ കൃഷിയിടത്തിനടുത്തുള്ള ഒരു പണിയക്കുടിൽ 2 കുട്ടികൾ തനിച്ചാണ്. രാവിലെ മാലു സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടികളുടെ അമ്മ പറയുന്നത് കേട്ടിരുന്നു. മക്കളെ സൂക്ഷിക്കണേ, അമ്മീന് സന്ധ്യക്കേ മടങ്ങി വരൂ. ഓക്കെ. അയ്യോ, എന്താണ് ചെയ്യുക? ആ കുഞ്ഞുങ്ങളെ പറ്റി തനിക്ക് മാത്രമേ അറിയൂ. താൻ രക്ഷിച്ചില്ലെങ്കിൽ ആ കുട്ടികൾ വെന്തു മരിക്കുക തന്നെ ചെയ്യും, മാലു തീർച്ചപ്പെടുത്തി. മരങ്ങളെയും വള്ളിപ്പടർപ്പുകളെയും വിഴുങ്ങിക്കൊണ്ട് കാട്ടുതീ അലറിപ്പാഞ്ഞു വരികയാണ്. ധീരയായ മാലു രണ്ടും കൽപ്പിച്ച് ആ പണിയക്കുടിലേക്ക് ഓടി. കരിയും പുകയും കണ്ണിലേക്ക് അടിച്ചു കയറിയെങ്കിലും കുടിലെത്തിയിട്ടേ അവൾ ഓട്ടം നിർത്തിയുള്ളൂ. മാലു വെപ്രാളത്തോടെ കുടിലിനകത്തേക്ക് നോക്കി. ഭാഗ്യം, കുട്ടികൾക്കൊന്നും സംഭവിച്ചില്ല. മാലുവിനെ കണ്ടതോടെ അവർ ഓടി വന്ന് അവളുടെ പാവാടത്തുമ്പിൽ തൂങ്ങി. അവൾക്ക് വലിയ ആശ്വാസം തോന്നി. എങ്കിലും അത് നീണ്ടു നിന്നില്ല. കാട്ടുതീ കുടിലിന് നേരെ കുതിച്ചു വരുന്നത് കണ്ട് അവൾ നടുങ്ങി. എന്തു ചെയ്യും? അടുത്തെങ്ങും ഒരാൾ പോലും ഇല്ല. ഉറക്കെ നിലവിളിച്ചതുകൊണ്ടും പ്രയോജനമില്ല. കാട്ടുതീ അടുത്തടുത്ത് വരികയായിരുന്നു. പെട്ടെന്ന് മാലുവിനൊരു ഭയം തോന്നി. കുടിലിന് പിന്നിൽ ഒരു കിണറുണ്ടായിരുന്നു. വേനൽക്കാലം ആയതുകൊണ്ട് അതിൽ ഒട്ടും വെള്ളമുണ്ടായിരുന്നില്ല. മാലു ഒരു കുട്ടിയെ എടുത്ത് വെള്ളം കോരുന്ന വലിയ മരത്തൊട്ടിയിലാക്കി താഴോട്ടിറക്കി. പിന്നെ 2ാമത്തെ കുട്ടിയെയും. അവസാനം അവളും കയറിൽ തൂങ്ങി കിണറ്റിലേക്ക് ഇറങ്ങി. പരിഭ്രാന്തരായ കുഞ്ഞുങ്ങളെ അവൾ സാന്ത്വനപ്പെടുത്തി. കുറച്ചു കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയപ്പോൾ കിണറ്റിൻകരയിൽ എങ്ങും തീയാളിക്കത്തുന്നു. പണിയക്കുടുംബത്തിന്റെ കുടിൽ ഇതിനകം കത്തിച്ചാമ്പലായി കാണുമെന്ന് അവൾ ഊഹിച്ചു. കാട്ടുതീയുടെ മുകളിൽ വളരെ നേരം ഉയർന്നു കേൾക്കാമായിരുന്നു. ഇതിനിടയിൽ കുട്ടികൾ വാടിത്തിളന്ന് മാലുവിന്റെ മടിയിൽ കിടന്നുറങ്ങി. മാലുവും ക്ഷീണം കൊണ്ട് അല്പമൊന്ന് മയങ്ങിപ്പോയി. കുറെ കഴിഞ്ഞ് വലിയൊരു നിലവിളിയും ബഹളവും കേട്ടാണ് അവൾ ഞെട്ടിയുണർന്നത്. തന്റെ കൊച്ചുമക്കളെ തേടിയെത്തിയ പാവപ്പെട്ട അമ്മയുടെ വിലാപമായിരുന്നു അത്. മക്കളെ, എൻ്റെ പൊന്നുമക്കളെ, അവർ ഉറക്കെ വിളിച്ചു കൂവി. ചേച്ചി പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെയുണ്ട്, മാലു ഉച്ചത്തിൽ അറിയിച്ചു. അത് കേട്ട് ആ അമ്മയും അവിടെ തടിച്ചുകൂടിയ ജനങ്ങളും കിണറ്റിനരികിലെത്തി. കിണറ്റിനകത്ത് സുരക്ഷിതരായിരിക്കുന്ന മാലുവിനെയും കുഞ്ഞുങ്ങളെയും കണ്ട് അവർ ആശ്ചര്യപ്പെട്ടു. ഇതാണ് കഥ അല്ലേ. എന്താണ് മാലുവിന്റെ ധീരത? മാലു എന്ത് ചെയ്തു? 2 കുട്ടികളെ രക്ഷിച്ചു അല്ലേ. ധീരമായി 2 കുട്ടികളെ രക്ഷിച്ചു. അതുകൊണ്ടാണ് മാലുവിന്റെ ധീരത എന്ന് പേര് വരുന്നത് അല്ലെ ഇതിന്. അപ്പൊ മാലുവിന്റെ ധീരതയെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? കാട്ടുതീ വരുമ്പോ ഞാൻ എങ്ങനെയെങ്കിലും കുറച്ചുകൂടി ഉണ്ട് അല്ലേ. ഓക്കെ, താമസിയാതെ കുറച്ചുകൂടി ഉണ്ട്. ഓക്കെ, താമസിയാതെ ആളുകളെല്ലാം ചേർന്ന് മാലുവിനെയും കുഞ്ഞുങ്ങളെയും കരയിലെത്തിച്ചു. മാലു ചെയ്ത ധീരമായ പ്രവൃത്തിയെക്കുറിച്ചറിഞ്ഞ് അവരെല്ലാം പുളകം കൊണ്ടു. മോളെ മാലു, എനിക്കെന്റെ കുടില് കത്തിപ്പോയതിൽ സങ്കടമില്ല. എൻ്റെ തങ്കക്കുടങ്ങളെ നീ രക്ഷിച്ചല്ലോ. നിന്നെ ഈശ്വരൻ അനുഗ്രഹിക്കും. കുഞ്ഞുങ്ങളുടെ അമ്മ സന്തോഷാശ്രുക്കളോടെ മാലുവിനെ കെട്ടിപ്പുണർന്നു. അവളുടെ മനസ്സ് അഭിമാനം കൊണ്ട് നിറഞ്ഞു അല്ലേ. അതാണ് കഥ. അപ്പോ തീ ആളിക്കത്തി വരികയായിരുന്നു. അന്നേരം എന്ത് ചെയ്തു? അവളുടെ ജീവൻ പോലും വകവെക്കാതെ 2 കുട്ടികളെ രക്ഷിച്ചു അല്ലേ. അതാണ് കഥ. അപ്പോ മാലുവിന്റെ ധീരത. നമ്മളാണെങ്കിൽ തീ വരുമ്പോ എന്ത് ചെയ്യും? നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പോവും അല്ലേ. മറ്റുള്ളവരെ കുറിച്ചൊന്നും നമ്മൾ അന്നേരം ആലോചിക്കൂല അല്ലേ. അപ്പോ എന്താ പറഞ്ഞത്? 4-5 നാഴിക അകലെയുള്ള അച്ഛന്റെ കൃഷിയിടത്തിലേക്ക് തിരക്കിട്ട് നടന്നു നീങ്ങുകയായിരുന്നു മാലു. മാലുവാണ് ഇതിലെ
പ്രധാന കഥാപാത്രം അല്ലെ. എന്താ ഇത്? 4-5 നാഴിക അകലെയുള്ള അച്ഛന്റെ കൃഷിയിടത്തിലേക്ക് തിരക്കിട്ട് നടന്നു നീങ്ങുകയായിരുന്നു മാലു. കുറച്ചു ദൂരം കാട്ടിലൂടെ കടന്നു പോയാൽ മാത്രമേ അവിടെ എത്തിച്ചേരാൻ കഴിയൂ. അപ്പോ അച്ഛന്റെ കൃഷിയിടത്തിലേക്ക് നടന്നു പോവുകയാണ് ആര്? മാലു. അപ്പോഴാണ് എന്ത്? അവൾ നടന്ന് കാടിന്റെ നടുവിലെത്തി, മധ്യത്തില് എത്തി. അപ്പോഴതാ അകലെ നിന്ന് സ്വർണനാഗങ്ങളെ പോലെ. എന്താ അങ്ങനെ പറഞ്ഞത് തീന? സ്വർണ നാഗങ്ങളെ പോലെന്ന് എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞേ? സ്വർണ നാഗങ്ങളെ പോലെ എന്നാണ് പറഞ്ഞത്. നാഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാമ്പ്. പാമ്പ്. അപ്പോ സ്വർണത്തിന്റെ കളർ എന്താ? ഗോൾഡൻ. ചെറിയൊരു കളറായിരിക്കും അല്ലേ? അപ്പോ അതുകൊണ്ടാണ് പറഞ്ഞത് സ്വർണ നാഗങ്ങളെ പോലെ. തീ അല്ലെ, തീ അങ്ങനെയല്ലേ കളറ്? കാട്ടു തീ പാഞ്ഞു വരുന്നു. അത് കണ്ട് മാലു വല്ലാതെ ഭയപ്പെട്ടു അല്ലെ. ആദ്യം ഒരു ഭയം വന്നു മാലുവിന്. എന്നിട്ട് എന്ത് ചെയ്തു? തിരിഞ്ഞോടിയാലോ എന്നവൾ ചിന്തിച്ചു. അപ്പോഴാണ് ഒരു കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. കാട്ടിലെ കൃഷിയിടത്തിനടുത്തുള്ള ഒരു പണിയക്കുടിലിൽ 2 കുട്ടികൾ തനിച്ചാണ് എന്ന കാര്യം ആർക്കും ഓർമ്മ വന്നത്? മാലുവിന് ഓർമ്മ വന്നല്ലേ. തിരിഞ്ഞോടിയാലോ എന്നവൾ ഒരു നിമിഷം ചിന്തിച്ചു. അപ്പോഴാണ് എന്ത് ചെയ്ത്? കാട്ടിന്റെ നടുവില് ഒരു പണിയക്കുടിലുണ്ട്, അതിൽ 2 കുട്ടികൾ തനിച്ചാണ് എന്ന കാര്യം മാലുവിന് ഓർമ്മ വന്നത് അല്ലേ. രാവിലെ മാലു സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടികളുടെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്. എങ്ങനെ? മക്കളെ സൂക്ഷിക്കണേ, അമ്മ ഇനി സന്ധ്യക്ക് മടങ്ങി വരും അല്ലെ. അമ്മ എന്തോ ജോലിക്ക് പോകുന്നേ, അപ്പോ എങ്ങനെയാ? വൈകുന്നേരേ മടങ്ങിയെത്തു, സന്ധ്യക്കേ മടങ്ങിയെത്തു. അപ്പൊ കുട്ടികളോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അയ്യോ, എന്താണ് ചെയ്യുക? ആ കുഞ്ഞുങ്ങളെ പറ്റി തനിക്ക് മാത്രമേ അറിയൂ. താൻ രക്ഷിച്ചില്ലെങ്കിൽ ആ കുട്ടികൾ വെന്തു മരിക്കുക തന്നെ ചെയ്യും. മാലു തീർച്ചപ്പെടുത്തി അല്ലെ. മാലു ഒരു തീരുമാനം എടുത്തു. എന്താണ്? ആ കുട്ടികളെ രക്ഷിക്കുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ആ കുട്ടികള് വെന്തു മരിച്ചു പോകും. ആർക്കും അറിയില്ല ഇങ്ങനെ 2 കുട്ടികള് കാട്ടിലുണ്ടെന്ന് അല്ലെ. അങ്ങനെ ഒരു വീടുള്ള കാര്യം അറിയില്ല. അപ്പോ അന്ന് അടുത്തതിൽ പറയുന്നേ, മരങ്ങളെയും വള്ളിപ്പടർപ്പുകളെയും വിഴുങ്ങിക്കൊണ്ട്. എന്താ അങ്ങനെ പറഞ്ഞത്? മരങ്ങളെയും വള്ളിപ്പടർപ്പുകളെയും വിഴുങ്ങുക പറഞ്ഞ എന്താണ്? തീയാളി കത്തുമ്പോ എന്ത് ചെയ്യും? മരങ്ങളും വള്ളിപ്പടർപ്പുകളും ഒക്കെ കത്തി വരും അല്ലെ. അപ്പൊ വിഴുങ്ങി വരും പോലെ തന്നെയാ ഉണ്ടാവുക. അതാണ് വിഴുങ്ങിക്കൊണ്ട് കാട്ടുതീ അലറിപ്പാഞ്ഞു വരികയാണ്. എന്നിട്ടോ ധീരയായ മാലു 2ഉം കൽപ്പിച്ച ആ പണിയക്കുടിലേക്ക്. എന്താ 2ഉം കൽപ്പിച്ചേ പറഞ്ഞേ? എന്തുകൊണ്ടാ 2ഉം കൽപ്പിച്ചെന്ന് പറഞ്ഞേ? ഒരു പേടിയും കൂടാതെ. എന്തുകൊണ്ടാ പറയുന്നത് അങ്ങനെ? തീ ആളിക്കത്തേണ് അല്ലെ. അപ്പൊ ഒന്നിക്കലും മരിക്കാം അല്ലെ. പേടിയെണ്ണ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാ? 2ഉം കൽപ്പിച്ച് ഒന്നിക്ക് തിരിച്ചു വരാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് എന്നാലും 2ഉം കൽപ്പിച്ച് എന്ത് ചെയ്തു? ആ പണിയക്കുടിലേക്ക് ഓടി. കരിയും പുകയും കണ്ണിലേക്ക് അടിച്ചു കയറിയെങ്കിലും കുടിലെത്തിയിട്ടേ അവൾ ഓട്ടം നിർത്തിയുള്ളൂ അല്ലേ. അല്ലെങ്കിൽ തീ ആളി കത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? കരിയും പുകയും ഒക്കെ കണ്ണിലടിച്ചെങ്കിലും അവളെ ഓട്ടം നിർത്തിയില്ല. ആ പണിയക്കുടിലെത്തിയതിന് ശേഷം മാത്രമാണ് അവള് ഓട്ടം നിർത്തിയത്. അത്രയാണ് അവിടെ പറയുന്നത് അല്ലേ. ഒന്നുകൂടി അത് വായിക്കാം ഞാൻ. 4-5 നാഴിക അകലെയുള്ള അച്ഛന്റെ കൃഷിയിടത്തിലേക്ക് തിരക്കിട്ട് നടന്നു നീങ്ങിയായിരുന്നു മാലു. കൃഷിയിടം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ മക്കളെ? കൃഷിയിടം, ഇടം, കൃഷിസ്ഥലം. ഓക്കെ, കൃഷിസ്ഥലത്തിലേക്കാണ് നടന്നു നീങ്ങുന്നത് അല്ലേ ആര്? മാലു. അപ്പൊ 4-5 നാഴിക അകലെയുള്ള അച്ഛന്റെ കൃഷിയിടത്തിലേക്ക് തിരക്കിട്ട് നടന്നു നീങ്ങിയായിരുന്നു മാലു. കുറച്ചു ദൂരം കാട്ടിലൂടെ കടന്നു പോയാൽ മാത്രമേ അവിടെ എത്തിച്ചേരാൻ കഴിയൂ. അവൾ നടന്ന് കാടിന്റെ നടുവിലെത്തി. അപ്പോഴതാ അകലെ നിന്ന് സ്വർണ നാഗങ്ങളെ പോലെ, നാഗങ്ങൾ പാമ്പുകള് അല്ലെ, നാഗങ്ങളെ പോലെ കാട്ടുതീ പാഞ്ഞു വരുന്നു. അത് കണ്ട് മാലു വല്ലാതെ ഭയപ്പെട്ടു. തിരിഞ്ഞോടിയാലോ എന്നവൾ ചിന്തിച്ചു. അപ്പോഴാണ് ഒരു കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. കാട്ടിലെ കൃഷിയിടത്തിനടുത്തുള്ള ഒരു പണിയക്കുടിൽ 2 കുട്ടികൾ തനിച്ചാണ്. രാവിലെ മാലു സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടികളുടെ അമ്മ പറയുന്നത് കേട്ടിരുന്നു. മക്കളെ സൂക്ഷിക്കണേ, അമ്മ ഇനി സന്ധ്യക്കേ മടങ്ങി വരൂ. അയ്യോ, എന്താണ് ചെയ്യുക? ആ കുഞ്ഞുങ്ങളെ പറ്റി തനിക്ക് മാത്രമേ അറിയൂ.
താൻ രക്ഷിച്ചില്ലെങ്കിൽ ആ കുട്ടികൾ വെന്തു മരിക്കുക തന്നെ ചെയ്യും. മാലു തീർച്ചപ്പെടുത്തി. മരങ്ങളെയും വള്ളിപ്പടർപ്പുകളെയും വിഴുങ്ങിക്കൊണ്ട് കാട്ടുതീ അലറിപ്പാഞ്ഞ് വരികയാണ്. ധീരയായ മാലു രണ്ടും കൽപ്പിച്ച ആ പണിയക്കുടിലേക്ക് ഓടി. കരിയും പുകയും കണ്ണിലേക്ക് അടിച്ചു കയറിയെങ്കിലും കുടിലെത്തിയിട്ടേ അവൾ ഓട്ടം നിർത്തിയുള്ളൂ. അത്ര വരെയാണ് നമ്മളിപ്പോ പഠിച്ചത്. ഒന്ന് വായിച്ചാരെങ്കിലും അത് വായിക്കാനാവൂലേ? ഓക്കെ, ജോസി വായിച്ചോ. പാഠം 18. മാലുവിന്റെ ധീരത. 4-5 നാഴിക അകലെയുള്ള അച്ഛന്റെ കൃഷിയിടത്തിലേക്ക് തിരക്കി നടന്നു നീങ്ങുകയായിരുന്നു മാലു. കുറച്ചു ദൂരം കാട്ടിലൂടെ കടന്നുപോയാൽ മാത്രമേ അവിടെ എത്തിച്ചേരാൻ കഴിയൂ. അവൾ നടന്ന് കാടിന്റെ നടുവിലെത്തി. അപ്പോഴതാ അകലെ നിന്ന് സ്വർണനാഗങ്ങളെ പോലെ കാട്ടുതീ പാഞ്ഞു വരുന്നു. അത് കണ്ട് മാലു വല്ലാതെ ഭയപ്പെട്ടു. തിരിഞ്ഞോടിയാലോ എന്ന് അവൾ ചിന്തിച്ചു. അപ്പോഴാണ് ഒരു കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. കാട്ടിൽ കൃഷിയിടത്തിനടുത്ത് ഒരു കുടിലിൽ 2 കുട്ടികൾ തനിച്ചാണ്. രാവിലെ മാലു സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടികളുടെ അമ്മ പറയുന്നത് കേട്ടിരുന്നു. മക്കളെ സൂക്ഷിക്കണേ, അമ്മ ഇനി സന്ധ്യയ്ക്ക് മടങ്ങി വരൂ. അയ്യോ, എന്തു ചെയ്യും? ആ കുഞ്ഞുങ്ങളെ പറ്റി തനിക്ക് മാത്രമേ അറിയൂ. താൻ രക്ഷിച്ചില്ലെങ്കിൽ ആ കുട്ടികൾ വെന്തു മരിക്കുക തന്നെ ചെയ്യും. മാലു തീർച്ചപ്പെടുത്തി. മരങ്ങളെയും വള്ളിപ്പടർപ്പുകളെയും വിഴുങ്ങിക്കൊണ്ട് കാട്ടുതീ അലറിപ്പാഞ്ഞു വരികയാണ്. ധീരയായ മാലു രണ്ടും കൽപ്പിച്ച് പണിയക്കുടിലേക്ക് ഓടി. കരിയും പുകയും കണ്ണിലേക്ക് അടിച്ചു കയറിയെങ്കിലും കുടിലെത്തിയിട്ട് അവൾ ഓട്ടം നിർത്തിയുള്ളൂ. ഓക്കെ, മതി മോളെ. അടുത്ത ആരാ വായിക്കുന്നേ? ഓക്കെ, ഹന്ന. മാലു വെപ്രാളത്തോടെ കുടിലിനകത്തേക്ക് നോക്കി. മോളെ അതല്ല, എടുത്തത് മാത്രം വായിച്ചാൽ മതി. നമ്മൾ ഇത്രേ എടുത്തുള്ളൂ, അതുവരെയുള്ളത് തന്നെ, ഫസ്റ്റ് മുതൽ. പാഠം 18. മാലുവിന്റെ ധീരത. 4-5 നാഴിക അകലെയുള്ള അച്ഛന്റെ കൃഷിയിടത്തിലേക്ക് തിരക്കിട്ട് നടന്നു നീങ്ങുകയായിരുന്നു മാലു. കുറച്ചു ദൂരം കാട്ടിലൂടെ കടന്നു പോയാൽ മാത്രമേ അവിടെ എത്തിച്ചേരാൻ കഴിയൂ. അവൾ നടന്ന് കാടിന്റെ നടുവിലെത്തി. അപ്പോഴതാ അകലെ നിന്ന് സ്വർണനാഗങ്ങളെ പോലെ കാട്ടുതീ പാഞ്ഞു വരുന്നു. അത് കണ്ട് മാലു വല്ലാതെ ഭയപ്പെട്ടു. തിരിഞ്ഞോടിയാലോ എന്ന് അവൾ ചിന്തിച്ചു. അപ്പോഴാണ് ഒരു കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. കാട്ടിലെ കൃഷിയിടത്തിനടുത്തുള്ള ഒരു പണിയക്കുടിലിൽ 2 കുട്ടികൾ തനിച്ചാണ്. രാവിലെ മാലു സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടികളുടെ അമ്മ പറയുന്നത് കേട്ടിരുന്നു. മക്കളെ സൂക്ഷിക്കണേ, അമ്മ ഇനി സന്ധ്യയ്ക്ക് മടങ്ങി വരൂ. അയ്യോ, എന്താണ് ചെയ്യുക? ആ കുഞ്ഞുങ്ങളെ പറ്റി തനിക്ക് മാത്രമേ അറിയൂ. താൻ രക്ഷിച്ചില്ലെങ്കിൽ ആ കുട്ടികൾ വെന്തു മരിക്കുക തന്നെ ചെയ്യും. മാലു തീർച്ചപ്പെടുത്തി. മരങ്ങളെയും വള്ളിപ്പടർപ്പുകളെയും വിരിഞ്ഞിക്കൊണ്ട് കാട്ടുതീ അലറിപ്പാഞ്ഞു വരികയാണ്. ധീരയായ മാലു രണ്ടു കൽപ്പിച്ച് ആ പണിയക്കുടിലേക്ക് ഓടി. കരിയും പുകയും കണ്ണിലേക്ക് അടിച്ചു കയറിയെങ്കിലും കുടിലെത്തിയിട്ടേ അവൾ ഓട്ടം നിർത്തിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഓക്കെ, സായി കൃഷ്ണ. പാഠം 18. മാലുവിന്റെ ധീരത. 4-5 നാഴിക അകലെയുള്ള അച്ഛന്റെ കൃഷിയിടത്തിലേക്ക് തിരക്കിട്ടു നടന്നു നീങ്ങുകയായിരുന്നു മാലു. കുറച്ചു ദൂരം കാട്ടിലൂടെ കടന്നു പോയാൽ മാത്രമേ അവിടെ എത്തിച്ചേരാൻ കഴിയൂ. അവൾ നടന്ന് കാടിന്റെ നടുവിൽ പോഴതാ അകലെ നിന്ന് സ്വർണനാഗങ്ങളെ പോലെ കാട്ടുതീ പാഞ്ഞു വരുന്നു. അത് കണ്ട് മാലു വല്ലാതെ ഭയപ്പെട്ടു. തിരിഞ്ഞോടിയാലോ എന്ന് അവൾ ചിന്തിച്ചു. അപ്പോഴാണ് ഒരു കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. കാട്ടിലെ കൃഷിയിടത്തിനടുത്തുള്ള ഒരു പണിയക്കുടിലിൽ 2 കുട്ടികൾ തനിച്ചാണ്. രാവിലെ മാലു
സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടികളുടെ അമ്മ പറയുന്നത് കേട്ടിരുന്നു. മക്കളെ സൂക്ഷിക്കണേ, അമ്മ ഇനി സന്ധ്യയ്ക്ക് മടങ്ങി വരൂ. അയ്യോ, എന്താണ് ചെയ്യുക? ആ കുഞ്ഞുങ്ങളെ പറ്റി തനിക്ക് മാത്രമേ അറിയൂ. താൻ രക്ഷിച്ചില്ലെങ്കിൽ ആ കുട്ടികൾ മരിക്കുക തന്നെ ചെയ്യും. മരിക്കുക തന്നെ ചെയ്യും. മാലു തീർച്ചപ്പെടുത്തി. മരങ്ങളെയും വള്ളിപ്പടപ്പുകളെയും വിഴുങ്ങിക്കൊണ്ട് കാട്ടുതീ അലറിപ്പാഞ്ഞ് വരികയാണ്. ധീരയായ മാലു രണ്ടും കൽപ്പിച്ച് ആ കുടിലിലേക്ക് ഓടി. കുടിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ വീട് അല്ലേ? കരിയും പുകയും കണ്ണിലേക്ക് അടിച്ചു കയറിയെങ്കിലും കുടിലെത്തിയിട്ടേ അവൾ ഓട്ടം നിർത്തിയുള്ളൂ. ഓക്കെ, മതി. നെക്സ്റ്റ് ഒന്ന് ഗ്രേസ് വായിച്ചേ. ഗ്രേസ്. പാഠം 18. മാലുവിന്റെ ധീരത. 4-5 നാഴിക അകലെയുള്ള അച്ഛന്റെ കൃഷിയിടത്തിലേക്ക് തിരക്കിട്ടു നടന്നു നീങ്ങുകയായിരുന്നു മാലു. കുറച്ചു ദൂരം കാട്ടിലൂടെ കടന്നു പോയാൽ മാത്രമേ അവിടെ എത്തിച്ചേരാൻ കഴിയുള്ളൂ. അവൾ നടന്ന് കാട്ടിന്റെ നടുവിലെത്തി. അപ്പോഴതാ അകലെ നിന്ന് സ്വർണ്ണ നാഗങ്ങളെപ്പോലെ കാട്ടുതീ പാഞ്ഞു വരുന്നു. അത് കണ്ട് മാലു വല്ലാതെ ഭയപ്പെട്ടു. തിരിഞ്ഞോടിയാലോ എന്ന് അവൾ ചിന്തിച്ചു. അപ്പോഴാണ് ഒരു കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. കാട്ടിലെ കൃഷി ഇടത്തിൽ അടുത്തുള്ള ഒരു പണിയ കുടിലിൽ 2 കുട്ടികൾ തനിച്ചാണ്. രാവിലെ മാലു സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടികളുടെ അമ്മ പറയുന്നത് കേട്ടിരുന്നു. മക്കളെ സൂക്ഷിക്കണേ, അമ്മ ഇനിയും സന്ധ്യയ്ക്ക് മടങ്ങി വരൂ. അയ്യോ, എന്താ ചെയ്യുക? ആ കുഞ്ഞുങ്ങളെ പറ്റി തനിക്കു മാത്രമേ അറിയൂ. താൻ രക്ഷിച്ചില്ലെങ്കിൽ ആ കുട്ടികൾ വെന്തു മരിക്കുക തന്നെ ചെയ്യും. മാലു തീർച്ചപ്പെടുത്തി. മരങ്ങളെയും വള്ളിപ്പടർപ്പുകളെയും വിഴുങ്ങിക്കൊണ്ട് കാട്ടുതീ അലറിപ്പാഞ്ഞു വരികയാണ്. ധീരയായ മാലു രണ്ടും കൽപ്പിച്ച് ആ പണിയക്കുഴിലേക്ക് ഓടി. കരിയും പുകയും കണ്ണിലേക്ക് അടിച്ചു കയറിയെങ്കിലും കുടിലിലെത്തിയിട്ടേ അവൾ ഓട്ടം നിർത്തിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഷഹാന ഒന്ന് വായിച്ചേ മോളെ. വായിക്കാം സർ. ഷഹാന വായിക്കട്ടെ. പാഠം 18. മാലുവിന്റെ ധീരത. 4-5 നാഴിക അകലെയുള്ള അച്ഛന്റെ കൃഷിയിടത്തിലേക്ക് തിരക്കിട്ടു നടന്നു നീങ്ങുകയായിരുന്നു മാലു. കുറച്ചു ദൂരം കാട്ടിലൂടെ കടന്നു പോയാൽ മാത്രമേ അവിടെ എത്തിച്ചേരാൻ കഴിയൂ. അവൾ നടന്നു കാടിന്റെ നടുവിലെത്തി. അപ്പോഴതാ അകലെ നിന്ന് സ്വർണ്ണ നാഗങ്ങളെപ്പോലെ കാട്ടുതീ പാഞ്ഞു വരുന്നു. അതുകൊണ്ട് മാലു വല്ലാതെ ഭയപ്പെട്ടു. തിരിഞ്ഞു ഓടിയാലോ എന്ന് അവൾ ചിന്തിച്ചു. അപ്പോഴാണ് ഒരു കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. കാട്ടിലെ കൃഷിയിടത്തിനടുത്തുള്ള
ഒരു പണിയക്കൂടിൽ രണ്ട് കുട്ടികൾ തനിച്ചാണ്. രാവിലെ മാലു സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടികളുടെ അമ്മ പറയുന്നത് കേട്ടിരുന്നു. മക്കളെ സൂക്ഷിക്കണേ, അമ്മ ഇനി സന്ധ്യയ്ക്ക് മടങ്ങി വരൂ. അയ്യോ, എന്താണ് ചെയ്യുക? ആ കുഞ്ഞുങ്ങളെ പറ്റി തനിക്ക് മാത്രമേ അറിയൂ. ഞാൻ രക്ഷിച്ചില്ലെങ്കിൽ ആ കുട്ടികൾ വെന്തു മരിക്കുക തന്നെ ചെയ്യും. മാലു തീർച്ചപ്പെടുത്തി. മരങ്ങളെയും വള്ളിപ്പടർപ്പുകളെയും വിഴുങ്ങിക്കൊണ്ട് കാട്ടുതീ അലറിപ്പാഞ്ഞു വരികയാണ്. ധീരയായ മാലു രണ്ടും കൽപ്പിച്ച് ആ പണിക്കൂടിലേക്ക് ഓടി. കരിയും പുകയും കണ്ണിലേക്ക് കയറിയെങ്കിലും കുടിലെത്തിയിട്ട് അവൾ ഓട്ടം നിർത്തിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് മതിമോളെ, അതുവരെ പഠിച്ചുള്ളൂ നമ്മള് ഇപ്പോ. ഓക്കെ, നെക്സ്റ്റ് മുഹമ്മദ് ഉണ്ടോ അവിടെ? ഓക്കെ, ലക്ഷ്മി പ്രിയ, നീ എവിടെ ഇടക്കിടക്ക് വീഡിയോ ഓഫ് ചെയ്തിട്ട് പോന്ന്? ലക്ഷ്മി പ്രിയ വായിക്കട്ടെ. ഇതിന് വീഡിയോ ഓഫ് ചെയ്യുന്നേ? ആ, ലക്ഷ്മി വായിക്കേ. സൗണ്ട് ഇല്ലല്ലോടാ, നിങ്ങക്ക് കേൾക്കുന്നുണ്ടോ? ഇല്ല. ലക്ഷ്മി പ്രിയ ഒന്ന് ഉറക്കെ വായിച്ച് നോക്കട്ടെ. ഇല്ല ഇല്ല, സൗണ്ട് ഇല്ല. എനക്ക് മാത്രാണോ? നിങ്ങക്ക് കേൾക്കുന്നുണ്ടോ? നോ. ഓക്കെ, ലക്ഷ്മി പ്രിയ പറയുന്ന കേൾക്കുന്നില്ലല്ലോ, എന്ത് പറ്റി? നെക്സ്റ്റ് മുഹമ്മദ് വായിച്ചോ. എവിടെ പുസ്തകമൊന്നും ഇല്ലേ? എന്നാ വായിക്ക്. ഏതാണ്? വള്ളിപ്പടർപ്പുകളെയും. അതല്ല, ഫസ്റ്റ് മുതൽ തന്നെ വായിക്കണ്ടേ? നമ്മൾ അത്രേ വായിച്ചുള്ളൂ, പഠിച്ചുള്ളൂ. പാഠം 18. മാലുവിന്റെ ധീരത. 4-5 നാഴിക അകലെയുള്ള അച്ഛന്റെ കൃഷിയിടത്തിലേക്ക് തിരക്കിട്ട് നടന്നു നീങ്ങുകയായിരുന്നു മാലു. കുറച്ചു ദൂരം കാട്ടിലൂടെ കടന്നു പോയാൽ മാത്രമേ അവിടെ എത്തിച്ചേരാൻ കഴിയൂ. അവൾ നടന്നു കാടിന്റെ നടുവിലെത്തി. അപ്പോഴതാ അകലെ നിന്ന് സ്വർണ്ണ നാഗങ്ങളെ പോലെ കാട്ടുതീ പാഞ്ഞു വരുന്നു. അത് കണ്ട് മാലു വല്ലാതെ ഭയപ്പെട്ടു. തിരിഞ്ഞോടിയാലോ എന്ന് അവൾ ചിന്തിച്ചു. അപ്പോഴാണ് ഒരു കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. കാട്ടിലെ കൃഷിയിടത്തിനടുത്തുള്ള ഒരു പണിയക്കുടിലിൽ 2 കുട്ടികൾ തനിച്ചാണ്. രാവിലെ മാലു സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടികളുടെ അമ്മ പറയുന്ന കേട്ടിരുന്നു. മക്കളെ സൂക്ഷിക്കണേ, അമ്മ ഇനി സന്ധ്യയ്ക്ക് മടങ്ങി വരൂ. അയ്യോ, എന്താണ് ചെയ്യുക? ആ കുഞ്ഞുങ്ങളെ പറ്റി തനിക്ക് മാത്രമേ അറിയൂ. താൻ രക്ഷിച്ചില്ലെങ്കിൽ ആ കുട്ടികൾ വെന്തു മരിക്കുക തന്നെ ചെയ്യും. മാലു തീർച്ചപ്പെടുത്തി. മരങ്ങളെയും വള്ളിപ്പടർപ്പുകളെയും വിഴുങ്ങിക്കൊണ്ട് കാട്ടുതീ അലറിപ്പാഞ്ഞു വരികയാണ്. ധീരയായ മാലു രണ്ടും കൽപ്പിച്ച് ആ പണിക്കുടിലേക്ക് ഓടി. കരിയും പുകയും കണ്ണിലേക്ക് അടിച്ചു കയറിയെങ്കിലും കുടിലെത്തിയിട്ടേ അവൾ ഓട്ടം നിർത്തിയുള്ളൂ. മാലു വെപ്രാളത്തോടെ കുടിലിനകത്തേക്ക് നോക്കി. ഭാഗ്യം, കുട്ടികൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. മാലുവിനെ കണ്ടതോടെ അത് വേണ്ടടാ, അത് നമ്മൾ എടുത്തില്ല. നമ്മൾ ആ ഓട്ടം നിർത്തിയുള്ളൂ വരെ എടുത്തത്. ഓക്കെ, നെക്സ്റ്റ് അതുല്. പാഠം 18. മാലുവിന്റെ ധീരത.
4-5 നാഴിക ഉം. അകലെയുള്ള അച്ഛന്റെ ഉം. കൃഷിസ്ഥലത്തിലേക്ക് ഉം. കൃഷിയിടത്തിലേക്ക് തിരക്കിട്ട് നടന്നു നീങ്ങുകയായിരുന്നു മാലു. ഉം. കുറച്ചു ദൂരം നടന്നാലേ കാട്ടിലൂടെ കടന്നു പോയാൽ മാത്രമേ അവിടെ എത്തിച്ചേരാൻ കഴിയൂ. അവൾ നടന്ന് കാട്ടിന്റെ നടുവിലെത്തി. അപ്പോഴതാ അകലെ നിന്ന് സ്വർണ്ണ നാഗങ്ങളെ പോലെ കാട്ടുതീ പാഞ്ഞു വരുന്നു. അതു കണ്ട് മാലു വല്ലാതെ ഭയപ്പെട്ടു. തിരിഞ്ഞോടിയാലോ എന്ന് അവൾ ചിന്തിച്ചു. അപ്പോഴാണ് ഒരു കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. കാട്ടിലെ കൃഷിയിടത്തിനടുത്തുള്ള ഒരു പണിയക്കുടിയിൽ രണ്ടു കുട്ടികൾ തനിച്ചാണ്. രാവിലെ മാലു സ്കൂളിലേക്ക് പോകുമ്പോൾ ആ കുട്ടികളുടെ അമ്മ പറയുന്നതു കേട്ടിരുന്നു. മക്കളെ സൂക്ഷിക്കണേ, അമ്മ ഇനി സന്ധ്യക്ക് മടങ്ങി വരൂ. ഓക്കെ, ആദിത്യൻ ഇപ്പം വായിച്ചതിന് ശേഷം വായിച്ചതിന് ശേഷം അയ്യോ എന്താണ് ചെയ്യുക? ആ കുഞ്ഞുങ്ങളെ പറ്റി തനിക്കു മാത്രമേ അറിയൂ. താൻ രക്ഷിച്ചില്ലെങ്കിൽ ആ കുട്ടികൾ വെന്തു മരിക്കുക തന്നെ ചെയ്യും. മാലു തീർച്ചപ്പെടുത്തി. മരങ്ങളെയും പടർപ്പുകളെയും വിഴുങ്ങിക്കൊണ്ട് കാട്ടുതീ അലറി പാഞ്ഞ് വരികയാണ്. ധീരയായ മാലു രണ്ടും കൽപ്പിച്ച് ആ പണിയക്കുടിലേക്ക് ഓടി. കരിയും പുകയും കണ്ണിലേക്ക് അടിച്ചു കയറിയെങ്കിലും കുടിലെത്തിയിട്ടേ അവൾ ഓട്ടം നിർത്തിയുള്ളൂ. ഓക്കെ, ലക്ഷ്മിപ്രിയ ഓക്കെ ആണോ?
സൗണ്ട് ഉണ്ടോ? വായിച്ചോ? ഇല്ല. എന്ത് പറ്റിയത്? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? അടുത്ത ക്ലാസ്സിലേക്ക് നല്ലപോലെ വായിച്ചിട്ട് വരുവാ നമ്മ എടുത്ത ഭാഗം. അപ്പൊ അതിനുശേഷം നമുക്ക് ബാക്കി പഠിക്കാം അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ബൈ. ബൈ. See you.